ഹായ് ഗൈസ്, ഞാൻ യദു ആൻഡ് ദിസ് ഈസ് മൈ ഫാമിലി. സാധാരണ ചെയ്യാറുള്ള പോലെ കുറേ ഫോട്ടോസും പറക്കിയിട്ട് ഒരു പാട്ടും കെറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ആദ്യം, പിന്നെ എന്തോ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നി. സോ ഫാമിലി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തണ്ടേ ആരൊക്കെയാണെന്ന്. റോൾ നമ്പർ വൈസ് പറയാം. അക്ഷയ്, അല്ലൻ, അമ്മൽ, അഷ്കർ, ആസിഫ്, ബേസിൽ, ചാക്കോ, ഇജാസ്, ഫാസിൽ, ഫ്രാൻഡി, ഗൗതം, മെൽവിൻ, അസ്ലം, നന്ദു, രഞ്ജിത്ത്, സായന്ത്, ശിവ, ഞാൻ. അഭിനയ, ഐഷ, അഞ്ജു, ഐഡ, ബിൻസി, വിനിയ, ഡെന്ന, ഗായത്രി, ഹരിത, ഹെസിയ, മേഘ, നന്ദന, നേഹ, റാണി, രുക്മ, വാണി. സോ കമ്മിങ് ബാക്ക് ടു അവർ ഫാമിലി, നമ്മൾ ഫസ്റ്റ് ഗെറ്റ് ടുഗദർ വെച്ചത് സിസ്റ്ററെ കാണാൻ പോയിട്ടാണ്. കൺസെപ്റ്റ് സിസ്റ്ററിനെ അവിടെ വെച്ചാണ്, അതാണ് നമ്മൾ ഫസ്റ്റ് ഗെറ്റ് ടുഗദർ. പിന്നെ നമ്മൾ ഡെന്നയുടെ വീട്ടിൽ കൂടി, ദാറ്റ് ഇസ് അവർ സെക്കൻഡ് ഗെറ്റ് ടുഗദർ. അവിടെ വെച്ചാണ് ഗെറ്റ് ടുഗദറിൻ്റെ സെറ്റപ്പ് നമ്മൾ മനസ്സിലാക്കണത്. ലൈക്ക് അടിപൊളിയാണ്, ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഫണ്ണാണ്, വൈബാണെന്നൊക്കെ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടി തുടങ്ങി. പിന്നെ നമ്മൾ നന്ദനയുടെ വീട്ടിൽ പോയ ഒരു ദിവസം, അത് കഴിഞ്ഞിട്ട് ഗൗതമിൻ്റെ വീട്ടിൽ പോയി. അവിടെ വൈബായിരുന്നു, ഫണ്ണായിരുന്നു, അടിപൊളിയായിരുന്നു. കണ്ടോ, പറയാണെങ്കിൽ കുറേ വെയിറ്റ് ഇതാണ് നമുക്ക് മനസ്സിലായോ? ഇതാണ് മിന്നു, നമ്മുടെ സ്വന്തം ഡെന്നയുടെ ഈ കുട്ടി കുരുപ്പനെത്തി. ആള് ഫണ്ണാണ്, പക്ഷെ ഭയങ്കര കുസൃതിയാണ്. പക്ഷെ നമ്മളെല്ലാത്തിനും വിളിക്കും കേട്ടോ ആളെ. ഫുൾ ഫണ്ണാണ്. നമ്മുടെ സ്കൂൾ ടൂറ്, പക്ഷെ ടൂറിനെ കുറിച്ച് ഞാൻ അധികം പറയാനില്ല, കാരണം ഞാൻ പോയിട്ടുള്ള. അപ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും. കാരണം മെലിയും പറയണത് ഈ ടൂറിലാണ് എല്ലാവരോട്ടും ഭയങ്കര കോറായിട്ട് ക്ലോസ് ആയതാണ്. പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. പക്ഷെ ഞാൻ പറയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂൾ ട്രിപ്സിനെ കുറിച്ചാണ്. ഓഫ്, ദാറ്റ് വാസ് ഫൺ. പക്ഷെ സാധാരണ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് പോകും. ഇത് വേട്ടയാടും, നമ്മുടെ സ്വന്തം ഡേസിങ്സിൻ്റെ സ്വന്തം ഓൺ സോങ്. അത് പാടിക്കൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം കാണിക്കാം. ദേവാശ്രയം എന്നും ദേവാശ്രയം, എന്നും ദേവാശ്രയം, എന്നും ദേവാശ്രയം. പ്രിൻസിപ്പൽ സിസ്റ്ററിനും ദേവാശ്രയം, പിന്നെ സിസ്റ്ററിൻ്റെ ഐഡിയാസിനും ദേവാശ്രയം. ദേവാശ്രയം ഹേ ദേവാശ്രയം, ഹേ ദേവാശ്രയം, ഹേ ദേവാശ്രയം. നമ്മൾ മലമ്പുഴയ്ക്കായിട്ട് പോയേ, ബിക്കോസ് മലമ്പുഴ ഡാമിനും ദേവാശ്രയം, പിന്നെ ഡാമിലെ കാണികൾക്കും ദേവാശ്രയം. ദേവാശ്രയം. ഇത് ചുമ്മാ റാൻഡം ഫോട്ടോസ് ഞാൻ വെച്ചാട്ടെ, കാരണം എനിക്കിതൊക്കെ ഭയങ്കര നമ്മൾ മാഗസീനിൽ നിന്ന് വെട്ടിയെടുത്ത ഫോട്ടോസാണ്. ആൻഡ് താങ്ക് ഗോഡ് മാഗസീൻ ഇപ്പോൾ മിസ്സായി, പക്ഷെ ഫോട്ടോസൊക്കെ കിട്ടി. നമ്മൾ ഡെന്ന ആരും അറിയിക്കാതെ കൂടിയത്. ഇത് ഞങ്ങളെ കൂടി ലുലുമാളിൽ പോയത്. സോ ബേസ്മെൻറ്റ് നമ്മൾ ചവിട്ടി കേട്ടോ. ജാസിപ്പിൻ്റെ കൂടെ മറ്റേ തിരത്തിക്കാൻ പോയത്. ആൻഡ് മേഘയുടെ ചേച്ചിയുടെ കല്യാണം. ഈ ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. ഇതെന്താണോ? പിന്നെ നമ്മൾ കൂടിയത് ഐഷയുടെ കല്യാണത്തിനാണ്. അതിലൊന്നും നല്ല കൂടുതലായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. ഞാൻ കുറേ ടൈം ഞാൻ എൻ്റെ ഒരു പീക്ക് മെമ്മറി ആയിട്ട് എനിക്ക് ഉള്ള വൺ ഓഫ് ദ ഗെറ്റ് വാസ് ദാറ്റ്. കെസലോടെ റീൽ ചെയ്തു. ആസിഫ് വാസ് ഫൺ. മെയിൻലി അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. ഇത് ഞങ്ങൾ കൊടൈക്കനാലിൽ പോയതാണ്. ഇത് ഈ ഫോട്ടോ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ചാടിക്കാൻ വേണ്ടി പോയത്. ഇത് ഞങ്ങൾ ഫോട്ടോ വെച്ച് പോയത്. നമ്മൾ ഇരുങ്ങൾക്കാവിൽ ജസ്റ്റ് ഒന്ന് കൂടിയത്. പിന്നെ നമ്മൾ ശ്യാമിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിനാണ് കാണുന്നത്. അന്ന് നൈസായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് വിമല സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയത്. സംഗീതത്തിൽ ഞാനും കാണിക്കുന്ന ഡെന്നയും മെൽവിനും. മൈ ഗോഡ് ഗായ്സ്. പിന്നെ നമ്മൾ പാണിയിൽപ്പോരാണ് കൂട്ടുന്നത് കേട്ടോ. അത് ഫണ്ണായിരുന്നു. ഇത് നമ്മൾ ഫോട്ടോ വെച്ചിൽ കൂടിയ കഥകളൊക്കെ പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ കഥകളുണ്ട്. കുറേ നമ്മൾ പാണിയിൽപ്പോര് പോയത്. പക്ഷേ ലൈക്ക് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര നേരം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മടുക്കാത്ത ഓരോരോ ടോപ്പിക്കാണ് നമ്മുടെ സ്കൂൾ ലൈഫും ഗെറ്റ് ടുഗദേഴ്സും. ലൈക്ക് ഈ ഒരു ഗ്യാങ് ഇങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ഇപ്പം തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഫുൾ മോട്ടിവേഷൻ തന്നത് മെല്ലിലാണ്. ഇതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു എടാ വോയിസ് ഓവറൊന്നും ചെയ്യണ്ട, ചുമ്മാ കുറേ ഫോട്ടോസൊക്കെ പറക്കിയിട്ട് പാട്ട് കയറ്റി ഉണ്ടാക്കിയാൽ മതി. പക്ഷെ പുള്ളി പിന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അപ്പവും കടലക്കറിയും പോട്ടിയൊക്കെ മേടിച്ച് തന്നിട്ട്, അത് ഇപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് മേടിച്ച് തന്നു, പക്ഷെ അങ്ങനെയല്ല.
അത് അവൻ തന്നെ കഴിച്ചുകൊണ്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് Okay. അവസാനം ഞാൻ ഉണ്ടാക്കിയതാണ് Bye. ഈ വീഡിയോ.